നമ്മുടെ നാട്ടിൽ ലഹരി കേസിൽ പിടിയിലാകുന്ന സംഘത്തോടൊപ്പം ഒരു യുവതിയും ഉണ്ടാകും. കാരണം പെൺകുട്ടികളെയും യുവതികളെയും ഉപയോഗിച്ചാണ് പ്രധാനമായും ഇപ്പോൾ ലഹരിക്കടത്ത് നടക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ MDMA കടത്തുന്നതിനിടെ യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് പിടികൂടി. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഡാനിഷ്, താമരശ്ശേരി സ്വദേശിനി ജിൻഷ എന്നിവരാണ് പിടിയിലായത്. റിസോർട്ടിൽ നിന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ആനക്കാംപൊയിലിലെ റിസോർട്ടിൽ നിന്നാണ് കൊടുവള്ളി വാവാട് സ്വദേശി മുഹമ്മദ് ഡാനിഷ്, താമരശ്ശേരി കൈതപ്പൊയിൽ സ്വദേശി ജിൻഷ എന്നിവർ പിടിയിലായത്. കാറിൽ ലഹരിമരുന്ന് കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ആദ്യം വാഹനം കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റിസോർട്ടിൽ നിന്ന് ഇരുവരെയും പിടികൂടിയത്. 6.32 ഗ്രാം MDMA ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡാനിഷ് മുമ്പും ലഹരിമരുന്ന് കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മേഖലയിലെ സ്കൂളുകൾ, റിസോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെ ഒരു കാറിൽ ലഹരി മരുന്ന് കൊണ്ടുപോകുന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുവമ്പാടി SIയും പാർട്ടിയും അങ്ങോട്ട് പോയി അവിടെ കാറിൽ നിന്നും അതുപോലെ കോൺട്രബാൻഡ് ഐറ്റംസ് കണ്ടെടുക്കുകയും പ്രതികളെ SIയും പാർട്ടിയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്താനും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും റിസോർട്ട് ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ പോലീസ് മേധാവിയും താമരശ്ശേരി DYSP സാറും തന്നിരിക്കുന്നത്. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. തിരുവമ്പാടി SI VK അബ്ദുൾ റസാഖ്, ASIമാരായ രജിനി, ഷീന, സീനിയർ CPOമാരായ അനൂപ്, ഉജേഷ്, സുഭാഷ്, സുബീഷ്, രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മുക്കം.